ഇരുട്ട് മാറണമെങ്കിൽ പ്രകാശം വരണം. സ്തോത്രം. ഇരുട്ട് മാറുക. ഇരുട്ടിനെ ശപിച്ചാൽ ഇരുട്ട് മാറുകയില്ല. ഇരുട്ടിനോട് വഴക്കടിച്ചാൽ ഇരുട്ട് മാറുകയില്ല. ഇരുട്ടെ പോ എന്ന് കുറേ നേരം പറഞ്ഞാലും ഇരുട്ട് മാറുകയില്ല. ഇരുട്ട് മാറാൻ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇരുട്ട് മാറാൻ ഒരേ ഒരു പോംവഴി വെളിച്ചം വരിക എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്നും, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിന്നും, നമ്മുടേതായ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകണമെങ്കിൽ അവിടെ സത്യപ്രകാശമായ ക്രിസ്തു വരണം. ക്രിസ്തുവാണ് വെളിച്ചം. ഇന്ന് മനുഷ്യർ അസ്വസ്ഥതയിൽ കഴിയുന്നു. കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ പുകയുന്നു. എന്തിന്? രാജ്യങ്ങൾ തമ്മിൽ അസ്വസ്ഥതകളും ഭിന്നതകളും പുകഞ്ഞ് മഴയ്ക്ക് മുമ്പ് കാർമേഘം ഇരുണ്ടുകൂടുന്ന പോലെ ലോകരാജ്യ നേതാക്കൾ കോപത്തിലും ഭിന്നതയിലും തമ്മിലുള്ള വിദ്വേഷത്തിലും പുകഞ്ഞ് വലിയ വലിയ യുദ്ധക്കെടുതികൾ വരുവാൻ രാജ്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 3-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു. അവിടെ യുദ്ധങ്ങൾ, വർഷങ്ങളായി നടക്കുന്ന യുദ്ധങ്ങൾ നമുക്കറിയാം. ഞാൻ വിശദീകരിക്കണ്ട. ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ, അവിടെ റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങൾ, അങ്ങനെ ലോകം പുകഞ്ഞു കഴിയുന്നു. ലോകം അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിന് മധ്യത്തിൽ നിങ്ങൾക്ക് സമാധാനം വേണമോ? നിങ്ങൾക്ക് സന്തോഷം വേണമോ? ലോകം പുകയട്ടെ. പക്ഷെ മകനെ, നിനക്ക് സമാധാനമായി ജീവിക്കാം. ലോക രാജ്യ നേതാക്കൾ തമ്മിൽ വഴക്കടിച്ചുകൊള്ളട്ടെ. മോനെ, നിന്റെ കുടുംബത്തിൽ നീ എന്തിനു വഴക്കടിക്കണം? നിനക്ക് സ്വൈര്യമായി ജീവിച്ചുകൂടെ? സമാധാനമായി ജീവിച്ചുകൂടെ? ഒരു കൊച്ചായുസ് യേശുവിന് വേണ്ടി ജീവിച്ചുകൂടെ? എന്ത് വേണം മകനെ? നിന്റെ ജീവിതം പ്രകാശമുള്ളതായി തീരണമെങ്കിൽ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വരണം. ക്രിസ്തുവിന് പകരമായി എന്തെല്ലാം വന്നാലും ജീവിതം പ്രകാശിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇരുള് മാറണമെങ്കിൽ വെളിച്ചം വരണമെന്ന് പറയുന്നത് പോലെ മനുഷ്യ ജീവിതത്തിലുള്ള അന്ധകാരങ്ങളും അന്ധകാരത്തെ ചുറ്റുപറ്റിയുള്ള സ്വഭാവങ്ങളും മാറണമെങ്കിൽ സത്യപ്രകാശമാവുന്ന ക്രിസ്തു വരണം.